C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മോളെ, മോളെവിടേക്കാ? മോനെ, ശ്രീലക്ഷ്മി എവിടെ പോയതാ? അറിയില്ലമ്മേ. അമ്മ നിൽക്ക്, ഞാൻ നോക്കിട്ട്. മാഡം 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 ഈ രാത്രി എവിടേക്കാ? നമ്മൾ പോണ സ്ഥലമൊക്കെ നിനക്ക് എഴുതി ഒപ്പിട്ട് തരണോ? അല്ല മാഡം, അത് താൻ ആഹാരം കഴിച്ചോ? ഇല്ല സാർ. എങ്കിൽ പോയി കഴിക്കൂ. ശരി സാർ. ശരി. ശ്രീലക്ഷ്മി, താനിത് എവിടെ പോവാ? നമുക്ക് പോണം. ഈ വീട് നമ്മളും തമ്മിൽ പൊരുത്തപ്പെട്ട് പോണ ലക്ഷണമൊന്നുമില്ല. നിങ്ങൾക്ക് വലിയ ആൾക്കാരാ, നമ്മൾ പാവം ഒരു നാട്ടും പുറത്തുകാരി. നിങ്ങൾ വലിയ ആളുകളുടെ രീതിയൊന്നും നമുക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു സത്യം പറയാം. നമ്മൾ ഇനി ഇവിടെ നിന്ന പല വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പോകുന്നതാണ് ശരി. അങ്ങനെ തനിക്ക് പോകാൻ പറ്റുമോ? പറ്റാത്തെന്താ? നമ്മളും ആശാനും തമ്മില് ശരിക്കും എന്ത് ബന്ധം ഉള്ളത്? വഴിയിൽ വെച്ച് കണ്ട ഒരു ബന്ധം മാത്രം, അല്ലാതെ എന്താ? താൻ എന്റെ ഭാര്യയാണോ? അല്ല അല്ല, അതല്ല, അങ്ങനെയല്ല. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ താൻ എന്റെ ഭാര്യ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആശ എന്തുദ്ദേശിച്ചാലും ശരി, ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിൽക്കൂല. എനിക്കറിയാം, തെറ്റെന്റേതാ. താൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതിൽ താനൊന്നും വിചാരിക്കരുത് പ്ലീസ്. താൻ എന്നോട് ക്ഷമിക്കേ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ആശ എന്തൊക്കെയായി പറയണത്? വല്ലവരും ചെയ്ത തെറ്റിന് ആശ എന്തിനാ എന്റെ അടുത്ത് മാപ്പ് വെക്കണത്? അപ്പോ ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ ശ്രീലക്ഷ്മി പോകുന്നത്? എന്റെ ആശാനെ, ആശാൻ ദേഷ്യപ്പെട്ടതിന് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നീട് ആലോചിച്ചപ്പം നമ്മളെ തെറ്റാന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അല്ല, പിന്നെ വേറൊന്നുണ്ടായത്? ആശാൻ നമ്മളെ വഴക്ക് പറഞ്ഞപ്പോ ആദ്യം നമുക്ക് ദേഷ്യമായിരുന്നു. ഒന്നുകൂടെ ആലോചിച്ചപ്പോ തെറ്റ് നമ്മുടെയാന്ന് മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.